എല്ലാവർക്കും ഹെവൻ ഓഫ് പ്ലാന്റ്സിന്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, ഇന്ന് നമ്മൾ നിൽക്കുന്നത് നമ്മുടെ പെറ്റൂണിയുടെ മുകളിൽ. നമ്മൾ അപ്സ്റ്റെയറിൽ കുറച്ച് പെറ്റൂണിയ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ പെറ്റൂണിയുടെ അടുത്താണ് നമ്മളിന്ന് നിൽക്കുന്നത്. പെറ്റൂണിയുടെ കുറേ പ്ലാന്റ്സ് നമുക്ക് ഫ്ലവർ ആയിട്ടുണ്ട്. അപ്പോൾ അത് മാത്രമല്ല, നമ്മൾ കഴിഞ്ഞ ദിവസം പെറ്റൂണിയ പാകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ജെർമിനേഷനും അതിൻ്റെ കുറച്ച് കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് പുതിയൊരു വീഡിയോയിലോട്ട് പോയാലോ. പെറ്റൂണിയ പ്ലാന്റ്സ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണല്ലേ. അപ്പോൾ അതുപോലെ തന്നെ എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഭംഗിയാണ് ഇല്ലേ, ഭയങ്കര ഭംഗിയാണ്. അതേപോലെ തന്നെ ആൾ സെൻസിറ്റീവാണ്. ചിലപ്പോൾ നമ്മളിവിടെ മുകളിൽ യുവിയുടെ മുകളിലാണ് കേട്ടോ കുറേ പെറ്റൂണിയസ് ഇട്ടിരിക്കുന്നത്. പക്ഷേ ഇട്ടാലും നമ്മൾ രാവിലെയും വൈകിട്ടും എല്ലാം കൃത്യമായിട്ട് വെള്ളം ഒഴിച്ചില്ലെന്നുണ്ടെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും പെറ്റൂണിയ എനിക്ക് വയ്യേന്ന് പറഞ്ഞാൽ നിൽക്കുന്നത്. പക്ഷേ ആളെ ഭംഗിയുടെ കാര്യത്തിലും ഒരു ഭയങ്കര ഒരു നിറച്ചാർത്താണ് അല്ലേ. നമ്മളെ ആരെയും ഒന്ന് ആകർഷിക്കുന്ന രീതിയിലാണ് പെറ്റൂണിയുടെ ഫ്ലവറിങ്. അതാണ് ഏറ്റവും ഒരു പ്രധാനമായിട്ട് നമുക്ക് തോന്നുന്ന ഏറ്റവും ആകർഷിക്കുന്ന ഒരു കാര്യം. അത് മാത്രമല്ല കേട്ടോ, നാടൻ പെറ്റൂണിയ എന്ന് പറയുമ്പം ഇലയില്ലാണ്ട് അങ്ങ് പൂക്കും. അത് കാണുമ്പോൾ തന്നെ നമ്മളിങ്ങനെ നടന്നു പോകുന്ന ഏതെങ്കിലും ഒരു വീട്ടിൽ കുറച്ച് പെറ്റൂണിയ ഫ്ലവർ ചെയ്ത് കിടക്കുകയാണെങ്കിൽ, അതും നാടനും കൂടി ആണെങ്കിൽ എന്താണ്, ഭയങ്കരമായിട്ട് നന്നായിട്ട് ഫ്ലവർ ചെയ്ത് കിടക്കും. നമ്മളുടെ എല്ലാവരുടെയും കണ്ണങ്ങോട്ടങ്ങ് പോകത്തില്ലേ. അപ്പോൾ അതേപോലെ തന്നെ അങ്ങനെ ഭ്രമം മൂത്ത് വീണ്ടും പെറ്റൂണിയ വളർത്തും, വീണ്ടും ഫ്ലോപ്പാവും, വീണ്ടും പെറ്റൂണിയ വളർത്തും, ഫ്ലോപ്പാവും. അങ്ങനെ വീണ്ടും ഓരോ മഴ വരുമ്പോഴത്തേക്കും ചിലപ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കൊണ്ട് നമ്മുടെ ഇന്ന് വീണ്ടും പെറ്റൂണിയ പോവും. എന്നാലും നമ്മളുടെ ആ പെറ്റൂണിയുടെ ഉള്ള സ്നേഹം ഉണ്ടല്ലോ, അതങ്ങോട്ട് മാറുന്നില്ല. അപ്പം അങ്ങനെ ഞാനും കൂടെ കുറച്ച് പെറ്റൂണിയൊക്കെ വളർത്തി നമ്മൾ കുറേ പ്ലാന്റ്സ് നമ്മൾ സെയിലും ചെയ്തായിരുന്നു കേട്ടോ. നമ്മൾ ഇനി അടുത്ത ബാച്ച് നമുക്കൊരു 1 മാസം കൂടെ കഴിഞ്ഞിട്ട് സെയിലിനൊക്കെ പ്ലാന്റ്സ് റെഡിയാവും. അപ്പം ഇപ്പം നമ്മുടെ കയ്യിലിരിക്കുന്ന കുറേ പെറ്റൂണിയസ് ആണ് കേട്ടോ. ഇപ്പോൾ കോറൽ പീച്ചിൻ്റെ കുറേ പ്ലാന്റ്സ് നമുക്ക് ഫ്ലവർ ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇത് കോറൽ പീച്ചിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്നാണെന്നറിയാമോ, ഇതിങ്ങനെ ബുഷിയായിട്ട് ഇങ്ങനെ റൗണ്ട് ചെയ്ത്, അതായത് ടൈഡലിൻ്റെ പ്ലാന്റ്സ് ഒക്കെ ആണെങ്കിൽ കുറച്ച് ഹാങ് ചെയ്താണ് കിടക്കുന്നത്. പക്ഷേ ഇങ്ങനെ കോറൽ പീച്ചിൻ്റെയൊക്കെ പ്രത്യേകത, ഇങ്ങനെയുള്ള ഈസി വേവിൻ്റെയൊക്കെ വെറൈറ്റി ആണെങ്കിൽ ഇങ്ങനെ ബുഷിയായിട്ട് തന്നെ നിൽക്കും. അപ്പോൾ നമുക്ക് കാണാനും നല്ല ഭംഗിയായിരിക്കും. നിറച്ചും നന്നായിട്ട് തിക്കായിട്ടായിരിക്കും ഫ്ലവർ. ഇതെല്ലാം നമുക്ക് നാടൻ വെറൈറ്റീസ് ആണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എന്താണ് ഇഷ്ടം, നാടൻ വെറൈറ്റി. അതേപോലെ തന്നെ എനിക്കും നാടൻ്റെ പ്ലാന്റ്സിനോട് ഒരു വല്ലാത്തൊരു ഇഷ്ടമാണ് കേട്ടോ. ഇത് നമ്മുടെ ടൈഡലിൻ്റെ റെഡ് വെല്ലൂറിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ. എന്നാ ഒരു ഭംഗിയാണെന്ന് നോക്കി, കൊള്ളാമോ? ഇത് നമ്മുടെ നാടൻ ഡബിൾ പെറ്റലാണ് കേട്ടോ. നമ്മൾ ഡബിൾ പെറ്റിൽ കുറേ പ്ലാന്റുകൾ ഉണ്ടായിരുന്നു. കുറേ പ്ലാന്റൊക്കെ നമ്മൾ സെയിൽ ചെയ്തു. ബാക്കി പ്ലാന്റ്സൊക്കെ നമ്മൾ പോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ചുകൂടെ കഴിയുമ്പോൾ നമുക്ക് കുറേ പോർഷനിൽ നമുക്ക് ഡബിൾ പെറ്റിലും കൂടി ഒന്ന് സെറ്റ് ചെയ്യണം. പിന്നെ ഇന്ന് വേറൊരു സന്തോഷം കൂടി ഉണ്ട് കേട്ടോ. ഞാനിന്ന് മുകളിൽ വെള്ളം ഒഴിക്കാൻ കയറിയപ്പോഴാണ് കണ്ടത് നമ്മുടെ ഗ്ലോറിയസ് ഒക്കെ ഫ്ലവറായി നിൽക്കുന്നത്. ഗ്ലോറിയസ് ഞാൻ കുറച്ച് ചട്ടികളിലായിട്ട് ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഇന്നലെ വിരിഞ്ഞൊരു ഗ്ലോറിയസ് ആണ് കേട്ടോ. അതിൻ്റെ ഫ്ലവർ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. ഇതാ ഒരെണ്ണം അടുത്തൊരു കളറ് വിരിഞ്ഞിട്ടുണ്ട്, നോക്കി. ഈ ചട്ടികളെല്ലാം ഗ്ലോറിയസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ബുഷിയായിട്ട് തിക്കായിട്ടായിരിക്കും ഫ്ലവർ വരുന്നത്. അപ്പം നമ്മൾ എപ്പോഴും നമ്മുടെ പ്ലാന്റ്സ് നല്ല ബുഷിയായിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ അതിന് കുഞ്ഞു കുഞ്ഞു കുറേ ടിപ്സുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞാനൊരു പ്ലാന്റ് കാണിക്കാം. ഇപ്പം ഇത് നമ്മളൊരു പ്ലാന്റ് ആണ്. ഇത് ഗ്ലോറിയസിൻ്റെ ഒരു പ്ലാന്റ് ആണ്. പക്ഷേ ഇത് അത്ര ഗ്രോത്ത് ഇല്ലാത്തൊരു പ്ലാന്റ്. അപ്പം ഞാനിത് എന്ത് ചെയ്യുമെന്നറിയാമോ, ഇതിൻ്റെ ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, ഞാനിത് കാണിക്കാൻ വേണ്ടിയാണ്. ഇതിൻ്റെ ഈ ഒരു മുകൾ വശം വെച്ച് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് നുള്ളി വിടണം. അപ്പോൾ ഈ മണ്ടയൊന്ന് നുള്ളി വിട്ട് കഴിയുമ്പം ഈ പ്ലാന്റ് അത്യാവശ്യം നല്ല ബുഷിയായിട്ട് വരും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ജസ്റ്റ് ഒന്ന് ഇളക്കി വിട്ടിട്ട് കുറച്ച് എന്തെങ്കിലും ഒരു പോട്ടിംഗ് മിക്സ്ചറൊക്കെ ഒന്ന് ഇട്ട് സെറ്റ് ചെയ്ത് ഇവിടെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് നല്ലവണ്ണം നമ്മുടെ ഈ പ്ലാന്റിലൊന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് പോട്ടിംഗ് മിക്സ്ചറൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്ലാന്റ് ഈ പ്ലാന്റേ ആയിരിക്കില്ല പിന്നെ കാണുന്നത്, നല്ല ഉഷാറായിട്ട് വരും കേട്ടോ. നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് വിടട്ടെ. അങ്ങനെ നമ്മൾ ഈ നുള്ളുന്ന പോർഷൻ ഉണ്ടല്ലോ, ഈ ടെൻഡർ പോർഷൻ ഉണ്ടാവുമല്ലോ, ഇത് നമുക്ക് കട്ട് ചെയ്ത് വേറൊരു പ്ലാന്റ് ഒരു കവറിലോ കപ്പിലോ മറ്റോ പിടിപ്പിക്കുകയെന്നുണ്ടെങ്കിൽ ഇത് വേറൊരു പ്ലാന്റായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. പെറ്റൂണിയ പൂക്കൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും കാണാൻ കൊതിയാണല്ലോ. ഇനിയും പെറ്റൂണിയുടെ സമയമാണ്. ചെടികൾ ഇഷ്ടപ്പെടുന്ന എല്ലാ സുഹൃത്തുക്കളുടെ കയ്യിലും പെറ്റൂണിയ ചെടികൾ ഉണ്ടാവുമല്ലോ അല്ലേ. ഇതിനോടുള്ള ഭ്രമം കൂടി ഞാനും കുറച്ച് കളറുകളൊക്കെ കളക്ട് ചെയ്ത് തുടങ്ങിയപ്പോഴല്ലേ അറിയുന്നത് ഇതൊരു അഡാർ ഐറ്റമാണെന്ന്. ഓരോ ദിവസവും എഴുന്നേൽക്കുമ്പോഴും എനിക്ക് ധൃതിയാണ് മുകളിൽ കയറാൻ. രാവിലെ ഇവരെയൊക്കെ ഒന്ന് കാണണ്ടേ.
ഓരോ ദിവസവും പുതുതായി ആരെങ്കിലുമൊക്കെ ഉണ്ടാവും അതിഥികളായി. വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ എൻ്റേതായ രീതിയിൽ ഞാൻ പറയുന്നുണ്ട്. പെറ്റൂണിയ വളർത്തുന്ന സുഹൃത്തുക്കൾക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അതിനാൽ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായും കാണാൻ ശ്രമിക്കണേ. പൂക്കൾ ഇഷ്ടപ്പെടുന്ന സുഹൃത്തുക്കൾക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. എന്നാൽ പിന്നെ വീഡിയോയിൽ കണ്ടാലോ. സൊളനേസി എന്ന സസ്യകുടുംബത്തിലെ ഒരു ഉദ്യാന സസ്യമാണ് പെറ്റൂണിയ. അനേകം സങ്കരവർഗ്ഗങ്ങളായി വ്യാപിച്ചിരിക്കുന്ന ഇത് പരമാവധി 45 സെൻറ്റിമീറ്റർ വരെ പൊക്കം വയ്ക്കാറുള്ളൂ. കൂടുതൽ കാലം പൂക്കളുണ്ടാകുന്ന ഈ സസ്യത്തിൻ്റെ പൂക്കൾ ഒറ്റ നിറത്തിലോ ഒന്നിലധികം നിറങ്ങളിലോ ഒറ്റ പൂക്കളായും കുലകുലയായും പല ആകൃതിയിലും ഇനങ്ങൾക്കനുസരിച്ച് ഉണ്ടാകാറുണ്ട്. നീല നിറം കലർന്ന വയലറ്റ് പൂക്കൾ മുതൽ കോറൽ, സാറ്റിൻ നിറം തുടങ്ങിയ പൂക്കളിലെ നിറങ്ങളുടെ വൈവിധ്യങ്ങൾ ഈ ഇനത്തിൻ്റെ പ്രത്യേകതയാണ്. വിത്താണ് ഈ ചെടികളുടെ പ്രധാന നടീൽ വസ്തുവായി നാം ഉപയോഗിക്കാറുള്ളത്. കുറച്ചായി കഴിയുമ്പോൾ ഇതിലെല്ലാം നിറച്ചും സീഡാവും കേട്ടോ. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. സീഡ് നന്നായിട്ട് ഇതിലെല്ലാം സീഡാണ് കേട്ടോ. നോക്കി, ഇതിലെല്ലാം സീഡാണ് കേട്ടോ. വളരെ സിമ്പിളാണ്. ഞാനും ആദ്യം വിചാരിച്ചത് പെറ്റൂണിയ എന്ന് പറയുന്ന പ്ലാന്റ്സ് നമ്മളെ കൊണ്ട് സീഡൊന്നും ജെർമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്നൊരു അങ്ങനെയായിരുന്നു എൻ്റെ ചിന്തയും. പക്ഷേ ഇപ്പം നമ്മൾ പോട്ട് ചെയ്തിട്ടും നമ്മൾ സീഡ് ജെർമിനേഷനൊക്കെ വെച്ചിട്ടും നല്ല ഗ്രോത്തിലൂടെ വരുമ്പം നമുക്ക് ഇപ്പോൾ ഏത് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വരെയും നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഈ പെറ്റൂണിയയുടെ സീഡ് നമുക്ക് ജെർമിനേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊക്കെ നമ്മുടെ പഴയ വെറൈറ്റീസ് ആണ് കേട്ടോ. ഇതൊക്കെ നമ്മളിപ്പോൾ ഇതെല്ലാം കൂടെ മിക്സഡ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത് ഈ സീഡ്. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് പാകിയിട്ട് നമുക്കിത് ഫ്ലവറോടെ വേണം സെയിലിന് വേണ്ടിയിട്ട് വെക്കാൻ. അപ്പോൾ നമുക്കൊരു 1 മാസം കഴിയുമ്പോൾ നമുക്ക് അത്യാവശ്യം നന്നായിട്ട് നമ്മളിവിടെ ഒരു 5 ട്രേയിൽ നമ്മുടെ കയ്യിലിരുന്ന് സ്റ്റാർ പെറ്റൂണിയ പാകിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മളിത് കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുന്നേ നമ്മൾ സീഡ് ജെർമിനേറ്റ് ചെയ്യാൻ വെച്ച ഒരു ട്രേ ആണ്. ഇതിൽ കണ്ടില്ലേ കുഞ്ഞു കുഞ്ഞു പ്ലാന്റ്സ് മുളച്ച് തുടങ്ങിയിരിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് നമ്മൾ വാട്ടറിങ് ചെയ്യുമ്പോൾ വളരെ ചെറുതായിട്ട് നമ്മുടെ ചട്ടിയുടെ വശങ്ങളിൽ മാത്രം ചെറിയ രീതിയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരാഴ്ച കഴിയുമ്പോൾ നമ്മൾ NPK വളരെ ചെറിയ അളവിൽ നമ്മൾ ഡയലൂട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് സൈഡിൽ കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം, വളരെ ചെറിയ അളവിൽ. അപ്പം നമ്മുടെ പ്ലാന്റ് നല്ല ഉഷാറായിട്ട് കയറി വരും. അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ട്രേയിലേക്ക് മാറ്റുകയോ അല്ലെങ്കിൽ ചെറിയ കപ്പുകളിലേക്ക് മാറ്റുകയോ ഒക്കെ നമുക്ക് ചെയ്യാം. ഇന്നത്തെ കാഴ്ച എന്നാണെന്നറിയാമോ? അപ്പം നമ്മളിന്ന് സീഡ് ജെർമിനേഷൻ ആണല്ലോ, പക്ഷേ ഈ സീഡല്ല കേട്ടോ നമ്മളിന്ന് ജെർമിനേറ്റ് ചെയ്യുന്നത്. നമ്മളിന്ന് സ്റ്റാർ പെറ്റൂണിയയുടെ സീഡാണ്. സ്റ്റാർ പെറ്റൂണിയ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സീഡാണ്. ഓർമ്മയുണ്ടോ? നമ്മൾ നേരത്തെ ഒത്തിരി റീലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ സ്റ്റാർ പെറ്റൂണിയയുടെ. നല്ല ബോർഡറിലൊക്കെ നല്ല വൈറ്റ് കളർ പ്രൊജക്ഷനുള്ള വലിയ ഫ്ലവർ. അപ്പം നമുക്ക് ഇന്ന് സ്റ്റാർ പെറ്റൂണിയയുടെ കുറച്ച് സീഡ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ അതിന്ന് ജെർമിനേഷനാണ് നമ്മൾ കാണിക്കുന്നത്. അത് മാത്രമല്ല നമ്മൾ നേരത്തെ ജെർമിനേറ്റ് ചെയ്യാൻ വെച്ചിരുന്ന ഒരു ട്രേയിൽ 2 ട്രേയും അത്യാവശ്യം നന്നായിട്ട് നമുക്ക് കുഞ്ഞു കുഞ്ഞു പ്ലാന്റ്സുകളായിട്ടുണ്ട്. ആ കാഴ്ചകളും ഒക്കെ കാണിക്കാം കേട്ടോ. പിന്നെ അത് മാത്രമല്ല കേട്ടോ, വേറൊരു കാര്യം കൂടി ഉണ്ട്. നമ്മളിവിടെ കുറച്ച് പോർഷനിലെല്ലാം നമ്മൾ ഓർക്കിഡ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഗ്രൗണ്ട് ഓർക്കിഡ്സിൻ്റെ കുറച്ച് പ്ലാന്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഗ്രൗണ്ട് ഓർക്കിഡ്സിൻ്റെ ചില പ്ലാന്റ്സുകളിലൊക്കെ ഇത് കാണുന്നുണ്ടോ? ഇതൊന്നും നമ്മൾ ചെയ്യുന്നതല്ല കേട്ടോ. ഇതെല്ലാം ഇതിൽ നിന്നൊക്കെ ഈ ചട്ടികളിൽ നിന്നൊക്കെ സീഡ് താഴെ വീണിട്ട് മുളയ്ക്കുന്നതാണ്. അങ്ങനെ നമുക്ക് മിക്കവാറും നല്ല നല്ല വെറൈറ്റീസ് ചിലപ്പോൾ കിട്ടാറുണ്ട്. ഫ്ലവർ ചെയ്യുമ്പോഴാണെങ്കിൽ ഇത് നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റി ആണല്ലോ. ഇത് നമ്മുടെ നോർമൽ വെറൈറ്റിയാണ്, വയലറ്റിൻ്റെ നോർമൽ വെറൈറ്റിയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ താഴെ ഇവരുടെ തന്നെ സീഡ് ചിലപ്പോൾ എപ്പോഴും നമുക്ക് കാണാൻ സാധിക്കത്തില്ല, ഓരോ സീഡുവേ. ഇതാ നോക്കി, അതുപോലെ ഇവിടെയൊക്കെ ഉണ്ട് സ്റ്റാർ പെറ്റൂണിയയുടെ സീഡാണ്. വളരെ ഫൈനായിട്ടുള്ള സീഡാണ്. നിങ്ങൾക്ക് അറിയാമല്ലോ, പെറ്റൂണിയയുടെ സീഡ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് കണ്ണിലിട്ടാൽ കാണാൻ പറ്റാത്ത ടൈപ്പ് സീഡാണ് കേട്ടോ. അപ്പം ആ സീഡ് നമ്മൾ കുറച്ചെടുക്കുവാണ്. ഇത് നമുക്ക് കുറേ ട്രേകളിലേക്ക് പാകാൻ വേണ്ടിയിട്ടുള്ള സീഡാണ്. വളരെ സിമ്പിളായിട്ടൊരു കൊച്ചു കുട്ടിക്ക് വരെയും പാകിയെടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡിലാണ് നമ്മൾ ചെയ്യുന്നത്. വളരെ സിമ്പിൾ. ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ പോട്ടിംഗ് മിക്സ്ചർ ഒരു 1:1:1 എന്നുള്ളൊരു പ്രൊപ്പോർഷൻ ആയിരിക്കണം. മണൽ കലർന്ന ഏതെങ്കിലും ഒരു മണ്ണ്, ഇപ്പം നമ്മുടെ നാട്ടിൽ വ്യാപകമായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു മണൽ കലർന്ന ഒരു മണ്ണ്, ഞാൻ ചെയ്യുന്നത് അങ്ങനെയാണ്. പിന്നെ മണ്ണിലെ കമ്പോസ്റ്റ്, ചകിരിച്ചോറ് കമ്പോസ്റ്റ്, പിന്നെ നമ്മൾ ഏതെങ്കിലും ഉപയോഗിക്കുന്ന ഫംഗിസൈഡ് ഏതെങ്കിലും ഒരെണ്ണം എടുക്കാറുണ്ട്. കൂടുതലും ഞാൻ പലപ്പോഴും ഉപയോഗിക്കാറുള്ളത് സാഫും സ്യൂഡോമോണസുമാണ് പലപ്പോഴും ഉപയോഗിക്കാറുള്ളത്. ഇതിട്ട് മിക്സ് ചെയ്ത് ഞാനൊരു 1/2 hour മുമ്പേ ഒന്ന് മിക്സ് ചെയ്തെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെച്ച ഒരു പോട്ട് മിക്സ്ചറാണ് കേട്ടോ. അപ്പോൾ ആ ഒരു പോട്ട് മിക്സ്ചറിലോട്ടാണ് നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇതിനകത്ത് കല്ലോ കട്ടയോ ഒന്നും കാണാൻ പാടില്ല കേട്ടോ. ജസ്റ്റ് ഒരു പിഞ്ചേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ.
ജസ്റ്റ് നമ്മളിങ്ങനെ ഇതിൻ്റെ സെൻറ്ററിലേക്ക് ഇട്ട് കൊടുക്കുക. നമുക്ക് ഈ സൈഡിലൊക്കെ ഉള്ള മണ്ണ് ചെറുതായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ എല്ലാം ഒന്ന് ഇടട്ടെ. ഇതിപ്പോൾ നമുക്ക് 5 ട്രേയിൽ ഇടാനുള്ളതുണ്ട് കേട്ടോ. ഇന്നത്തെ പെറ്റൂണിയുടെ വീഡിയോയും കാഴ്ചകളും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ മാക്സിമം വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. പൂക്കളൊക്കെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി നെക്സ്റ്റ് നല്ലൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ഓക്കെ, ബൈ.